എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ നമ്മൾ കംപ്ലീറ്റ് കഴിഞ്ഞു. ഇത് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കപ്പാസിറ്റേഴ്സോട് കഴിയുമ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ടോട്ടൽ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കപ്പാസിറ്റേഴ്സ്. ശരിക്കും എന്താണ് കപ്പാസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കപ്പാസിറ്റിയുടെ ശരിക്കും എന്നുള്ള മീനിങ് എന്ന് വെച്ചാൽ എബിലിറ്റി ടു സ്റ്റോർ ചെയ്യാനുള്ള കഴിവിന് നമ്മൾ പറയുന്നവരാണ് കപ്പാസിറ്റി. നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ സ്റ്റോർ ചെയ്യുക, ആരെ? ചാർജിനെ സ്റ്റോർ ചെയ്യുക. എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവിന് നമ്മൾ പറയുന്നവരുടെ കപ്പാസിറ്റി. ഇപ്പം നമ്മൾ പലതിനും കപ്പാസിറ്റി, ഒരു ബോട്ടിൽ എടുത്തു കഴിഞ്ഞാൽ എന്തുമാത്രം അതിനകത്ത് ഒരു ഫ്ലൂയിഡിനെ ഉൾക്കൊള്ളാൻ പറ്റും, അതാണ് അവന്റെ കപ്പാസിറ്റി. ജോലി ചെയ്യാനുള്ള കപ്പാസിറ്റി, എബിലിറ്റി ടു ഡു സം വർക്ക്. അങ്ങനെ നമുക്ക് ഓരോന്നിനും കപ്പാസിറ്റി. നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ കേസിലാണെങ്കിൽ ചാർജസിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവിന് നമ്മൾ പറയുന്നവരാണ് കപ്പാസിറ്റി. കപ്പാസിറ്റി ഓഫ് എ കണ്ടക്ടർ ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ്. നമ്മൾ പറയുന്നത് ഒരു സ്പെറിക്കൽ കണ്ടക്ടർ നമ്മൾ എടുത്തു എന്ന് കരുതുക. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചാർജ് കൊടുക്കുന്നു. ഈ ചാർജ് കൊടുക്കുമ്പോൾ ഇവന് കുറച്ച് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ്. ആസ് ചാർജ് ഇൻക്രീസസ്, നമുക്കറിയാം പൊട്ടൻഷ്യൽ ഓഫ് എ കണ്ടക്ടർ ഈസ് ഈക്വൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് എ സ്പെറിക്കൽ കണ്ടക്ടർ ഈസ് ഈക്വൽ 1/4πε0 into Q divided by R. 1/4πε0 is a constant, R is a constant. Therefore, when charge increases, potential of the conductor is also increases. That is, potential of the conductor is directly proportional to charge given to the conductor. നമ്മൾ ഇങ്ങനെ പറയുമെങ്കിലും എഴുതുമ്പോൾ Q is directly proportional to V or Q is equal to CV, where C is equal to Q divided by V. This is called capacity. അപ്പോൾ what is capacity? Capacity C is a ratio between charge by potential. Charge by potential അല്ല, അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പൊ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഈസ് കാൾഡ് കപ്പാസിറ്റി. Therefore കപ്പാസിറ്റിയുടെ യൂണിറ്റ് എന്തായിരിക്കണം? കൂളം പെർ വോൾട്ട്, അല്ലെങ്കിൽ അതിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഫാരഡ്. ഫാരഡ് ഈസ് ദ യൂണിറ്റ് ഓഫ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ്. പക്ഷെ ഓർക്കുക, കപ്പാസിറ്റിക്ക് ചാർജുമായിട്ടോ പൊട്ടൻഷ്യലുമായിട്ടോ യാതൊരുവിധ ബന്ധവുമില്ല. വെൻ ചാർജ് ഇൻക്രീസസ്, പൊട്ടൻഷ്യൽ ഈസ് ആൾസോ ഇൻക്രീസസ്. ചാർജ് ബൈ പൊട്ടൻഷ്യൽ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ്, ചാർജുമായിട്ടും പൊട്ടൻഷ്യലുമായിട്ടും കപ്പാസിറ്റിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല. ചാർജ് കൂടിയാൽ പൊട്ടൻഷ്യൽ കൂടും, കപ്പാസിറ്റിക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല. അപ്പൊ കപ്പാസിറ്റി C is equal to charge by potential. Therefore its unit is equal to coulomb per volt or farad. പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റി എത്ര? വാട്ട് ഈസ് ആ കപ്പാസിറ്റി ഓഫ് എ സ്പെറിക്കൽ കണ്ടക്ടർ? നമുക്കറിയാം സ്പെറിക്കൽ കണ്ടക്ടറിന്റെ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1/4πε0 into Q divided by R ആണ്. Capacity C is equal to Q divided by V. That is equal to Q divided by V യുടെ വാല്യൂ 1/4πε0 into Q divided by R. Q അടിച്ചു പോയി. ഇത് മോളിൽ പോകുമ്പോൾ കപ്പാസിറ്റി C is equal to 4πε0 R എന്നായിരിക്കും ഇതിന്റെ ആൻസർ കിട്ടുക. ഇതിനകത്ത് ചാർജ് വരുന്നുണ്ടോ? ഇല്ല. പൊട്ടൻഷ്യൽ വരുന്നുണ്ടോ? ഇല്ല. Therefore capacity C is equal to 4πε0 R. That is capacity of a spherical conductor. C is equal to 4πε0 R. It is directly proportional to R. That is, ഈ കപ്പാസിറ്ററിന്റെ റേഡിയസ് കൂടുകയാണെങ്കിൽ, സൈസ് വലുതാകുകയാണെങ്കിൽ അവന്റെ കപ്പാസിറ്റി കൂടും. കപ്പാസിറ്റിക്ക് ചാർജുമായിട്ടോ പൊട്ടൻഷ്യലുമായിട്ടോ യാതൊരുവിധ ബന്ധവും ഇല്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? ദാറ്റ് ഈസ് രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ചാർജ് Q is equal to CV or C is equal to Q divided by V. ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റി C is equal to 4πε0 R. ഓർക്കേണ്ട കാര്യം, കപ്പാസിറ്റി is independent of charge and potential. അപ്പൊ നമ്മൾ ഇതിന്റെ ചാർജ് പൊട്ടൻഷ്യൽ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫിന്റെ ഷേപ്പ് എന്തായിരിക്കണം? ചാർജിനെ നമ്മൾ ഇവിടെയും, ശ്രദ്ധിച്ചോളാം, ചാർജിനെ ഇവിടെയും, പൊട്ടൻഷ്യലിനെ നമ്മൾ ഇവിടെയും എടുത്തൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതിന്റെ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക? സ്ലോപ്പ് ഈസ്, ഇവിടെ ചാർജ് Q, ഇവിടെ എന്ന് പറയുന്നത് V. അപ്പോൾ നമ്മൾ സ്ലോപ്പ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് ഈസ് ഈക്വൽ ടു tan theta. Tan theta is equal to y/x. That is equal to V divided by Q. Q by V ആയിരുന്നെങ്കിൽ കപ്പാസിറ്റി. Therefore this is equal to 1 by capacity. നേരെ തിരിച്ച്
ചാർജ് വൈ ആക്സിസിലും പൊട്ടൻഷ്യൽ എക്സ് ആക്സിലും എടുത്ത് ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയായിരുന്നെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പൊട്ടൻഷ്യൽ ഇവിടെയും ചാർജ് ഇവിടെയും എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് ഈസ് ഈക്വൽ 1 കപ്പാസിറ്റി ആയിരിക്കും. അതല്ല തിരിച്ച് ചാർജിന് വൈ ആക്സിലും പൊട്ടൻഷ്യലിന് എക്സ് ആക്സിലും എടുക്കുകയാണെങ്കിൽ അവന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് അത് ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ ഫിഗർ, എക്സാമിനേഷൻ ഫിഗർ തരുന്നതിനനുസരിച്ച് നിങ്ങൾ എടുത്തോണം. എന്തായാലും ഇതിന്റെ ഏരിയ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഈസ് ഈക്വൽ ഹാഫ് ക്യൂ വി. ഇവിടെ എടുത്തു കഴിഞ്ഞാലും ഏരിയ ഈസ് ഈക്വൽ ഹാഫ് ക്യൂ വി എന്ന് കിട്ടും. അതെന്താണെന്ന് പിന്നീട് നമുക്ക് പറയാം. അത് പിന്നീട് നമുക്ക് ഒരു ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പൊ ഒരു കണ്ടക്ടറിന് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിക്ക് നമ്മൾ പറയുന്നവരാണ് കപ്പാസിറ്റി. കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ക്യൂ ഡിവൈഡഡ് ബൈ വി. ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഈക്വൽ ടു ഫാരഡ്. ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 4πε0r ആണ്. ഒരു ചാർജ് പൊട്ടൻഷ്യൽ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 കപ്പാസിറ്റി ആണ്. തിരിച്ചാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാം. ഇനി നമ്മൾ നേരത്തെ തൊട്ടേ നമ്മൾ പറയുന്ന ഒരു ടേം ഉണ്ട്, ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു ടേം നമ്മൾ നേരത്തെ തൊട്ടേ പറയുന്നുണ്ട്. ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കെ എപ്സിലോൺ ആർ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. എന്താണ് ഈ ഡൈഇലക്ട്രിക്? വാട്ട് ഈസ് എ ഡൈഇലക്ട്രിക്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡൈഇലക്ട്രിക്കിനെ കുറിച്ച് ബ്രീഫായിട്ട് നമുക്കൊന്ന് എടുക്കാം. ഡൈഇലക്ട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ. ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റർ. അപ്പൊ ചോദിക്കും എന്നാ പിന്നെ ഇൻസുലേറ്റർ എന്ന് വിളിച്ചാൽ പറയാം എന്തിനാണ് ഡൈഇലക്ട്രിക് എന്ന് വിളിക്കുന്നത്? വ്യത്യാസമുണ്ട്. ഒരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആണെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഇൻസുലേറ്റർ ആണെന്ന് കരുതുക. ഇതൊരു ഡൈഇലക്ട്രിക്കുമാണ്. രണ്ട് സാധനങ്ങൾ നമ്മൾ എടുത്തു. ഇൻസുലേറ്ററിനോട് നമ്മൾ ചോദിക്കുകയാണ് ഇച്ചിരി കറണ്ടിനെ കടത്തി വേണം, അവൻ പറയും പറ്റൂല. ഡൈഇലക്ട്രിക്കിനോട് നമ്മൾ പറയണം നീ ഇച്ചിരി കറണ്ടിനെ കടത്തി വേണം, അവൻ പറയും പറ്റൂല. കറണ്ടിനെ കടത്തിവിടാത്തത് കൊണ്ട് രണ്ടുപേരും എന്താണ്? ഇൻസുലേറ്റർ ആണ്. അപ്പൊ നമ്മൾ പറയും ശരി നീ കറണ്ടിനെ കടത്തിവിടണ്ട, കുറച്ച് ചാർജ് തരാം, നീ കയ്യിൽ മേടിച്ച് വെക്കണം. അതുകൊണ്ട് ഇൻസുലേറ്റർ പറയും എന്നെ കൊണ്ട് പറ്റൂല. നമ്മൾ ഡൈഇലക്ട്രിക്കിനോട് പറയും നിനക്ക് കുറച്ച് ചാർജ് തരാൻ മേടിച്ചു. അപ്പൊ അവൻ എന്ത് ചെയ്യും? അവൻ ചാർജിനെ സ്റ്റോർ ചെയ്യും, പക്ഷെ ചാർജിനെ പാസ് ചെയ്യിച്ച് വിടത്തില്ല. കറണ്ടിനെ പാസ് ചെയ്യിച്ച് വിടാത്തത് കൊണ്ട് ഇൻസുലേറ്റർ ആണ്, പക്ഷെ ഇവനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചാർജ് ചെയ്യാം. അപ്പൊ ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇറ്റ് ഈസ് ആൻ ഇൻസുലേറ്റർ ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ചാർജ്. അതിനെ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ഇൻസുലേറ്ററെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യാനും പറ്റത്തില്ല, കറണ്ടിനെയും കടത്തി വിടത്തില്ല. ഇവൻ കറണ്ട് കടത്തി വിടല്ല എങ്കിലും അവന് ചാർജ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. ഈ ഡൈഇലക്ട്രിക് എന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ, ഡൈഇലക്ട്രിക് ഈസ് ആൻ ഇൻസുലേറ്റർ ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ടു ചാർജ്. ഈ ഡൈഇലക്ട്രിക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. പോളാർ ഡൈഇലക്ട്രിക്കും ഉണ്ട്, നോൺ പോളാർ ഡൈഇലക്ട്രിക്കും ഉണ്ട്. നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളത് നോൺ പോളാർ ആണ്. എന്താണ് പോളാർ ഡൈഇലക്ട്രിക്, എന്താണ് നോൺ പോളാർ ഡൈഇലക്ട്രിക് നന്നായിട്ട് മനസ്സിലാക്കണം. അതായത് ഒരു പോളാർ ഡൈഇലക്ട്രിക്കിന്റെ കേസിൽ ഞാൻ പോളാർ ഡൈഇലക്ട്രിക്കിന്റെ കേസിൽ ഒരു ആറ്റം നമ്മൾ പോളാർ ഡൈഇലക്ട്രിക് ആയിട്ടുള്ള ഒരു ആറ്റം നമ്മൾ എടുത്താൽ അതിന്റെ കേസിൽ ന്യൂക്ലിയസിനും ഉണ്ടാവും, അതിന് ചുറ്റുമായിട്ട് ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങുകയും ചെയ്യും. ഇതിനകത്ത് ഇപ്പോൾ സപ്പോസ് 10 പ്രോട്ടോൺ ഉണ്ടെന്ന് കരുതുക, അതിന് ചുറ്റുമായിട്ട് 10 ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഒരു ആറ്റം. ഞാൻ ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ മാത്രം എടുത്ത് വയ്ക്കുമ്പോൾ ഈ ന്യൂക്ലിയസിന്റെ എല്ലാവരുടെയും കൂടെ നെറ്റ് 10 ചാർജിന്റെയും കൂടെ നെറ്റ് എഫക്റ്റ് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ്. അത് ഇവിടെയാണെന്ന് വിചാരിക്കുക. സെന്റർ ഓഫ് പോസിറ്റീവ് ചാർജ് ഇവിടെയാണെന്ന് കരുതുക. ഇനി അതുപോലെ തന്നെ അതിന് ചുറ്റുമായിട്ട് ആര് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്? ഇലക്ട്രോൺസ് കറങ്ങുകയാണ്. 10 ഇലക്ട്രോൺസ് കറങ്ങുകയാണ്. 2, 4, 6, 8, 10. ഇവരുടെ ഇത്രയും പേരുടെയും കൂടെ നെറ്റ് എഫക്റ്റ് വരുന്നൊരു പൊസിഷൻ ഉണ്ടാകും. ഈ ഇത്രയും ഇലക്ട്രോൺ അതല്ല ഇവിടെയാണെന്നും കരുതുക. ഈ 10 പേരുടെ കറക്റ്റ് സെൻട്രൽ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധം. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പൊസിഷൻ ഓഫ് ദ ഇലക്ട്രോൺ. ഇലക്ട്രോൺസിന്റെ പൊസിഷൻ അനുസരിച്ച് അത് മാറും. ഇവിടെ നെഗറ്റീവ് ഇവിടെയുമാണെന്ന് കരുതുക. ഇനി നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ ന്യൂക്ലിയസിനെ എടുത്ത് ഇതിനകത്ത് വെക്കുമ്പോൾ, ഈ ന്യൂക്ലിയസിനെ എടുത്ത് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുമ്പോൾ സെന്റർ ഓഫ് ദ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സെന്റർ ഓഫ് ദ പോസിറ്റീവ് ചാർജ് ഇതാ ഇവിടെ ഇരിക്കുന്നു, സെന്റർ ഓഫ് ദ നെഗറ്റീവ് ഇവിടെ ഇരിക്കുന്നു. അതായത് ഒരു ആറ്റത്തിന് നമ്മൾ മൊത്തം ഒരു ആറ്റത്തിനെ
ആസ് എ ഹോൾ എടുക്കുമ്പോൾ സെന്റർ ഓഫ് ദ പോസിറ്റീവ് ചാർജും സെന്റർ ഓഫ് ദ നെഗറ്റീവ് ചാർജും രണ്ട് സ്ഥലത്തായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് പോളാർ ഡൈഇലക്ട്രിക്. Here the center of the positive charge here, center of the negative charge is at another position. That is, അപ്പോൾ ഇത് 10 പോസിറ്റീവ് ചാർജും ഇത് 10 നെഗറ്റീവ് ചാർജിന്റെ എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇതെന്താണ്? ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. 10 പോസിറ്റീവ് 10 നെഗറ്റീവ്. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസിൽ നമ്മൾ പറയുന്ന പേരാണ് ഡൈപോൾ. അപ്പോൾ ഇതൊരു ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഇതിന് എന്തുണ്ടാവും? ഒരു ഡൈപോൾ മൊമെന്റ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഒരു വാട്ട് ഈസ് എ പോളാർ ഡൈഇലക്ട്രിക് എന്ന് വെച്ചാൽ എന്ത് പറയണം? ഇൻ നോർമൽ കണ്ടീഷൻ സെന്റർ ഓഫ് ദ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം doesn't coincide with the center of the negative charge. അല്ലെങ്കിൽ in the case of an isolated atom under normal condition, if the center of the positive charge and the center of the negative charges are already separated by a certain distance, then that is called polar dielectric. And in the case of that polarity ഉണ്ട്, positive negative polarity പ്രത്യേകം നിൽക്കുന്നു. And in this such atom behaves like a dipole and there is a net dipole moment under normal condition. എന്നാൽ പോളാർ ഡൈഇലക്ട്രിക് അങ്ങനെയല്ല. പോളാർ ഡൈഇലക്ട്രിക്കിന്റെ കേസിൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? നമ്മുടെ സെന്റർ ഓഫ് ദ പോസിറ്റീവ് ചാർജ് ഇവിടെ ആയിരിക്കും, സെന്റർ ഓഫ് ദ നെഗറ്റീവ് ചാർജും അതിനോട് കോയിൻസൈഡ് ചെയ്ത് നിൽക്കും. അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ ഈ സാധനം ഞാൻ അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇതാണ് സെന്റർ ഓഫ് ദ നെഗറ്റീവ് ചാർജസ് ഇവിടെയാണ്. നമ്മുടെ ന്യൂക്ലിയസ് ഇങ്ങനെ ഇരിക്കുന്നു, ന്യൂക്ലിയസിനകത്തുള്ള സെന്റർ ഓഫ് ദ പോസിറ്റീവ് ചാർജ് ഇവിടെയാണ്. ഞാൻ ഈ സാധനത്തിനെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ വെക്കുന്ന സമയത്ത് രണ്ടും കൂടി ഒരു സ്ഥലത്ത് വന്ന് കോയിൻസൈഡ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ദർ ഈസ് നോ പൊളാരിറ്റി. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് എ ഡൈഇലക്ട്രിക്, if the center of the positive charge coincides with the center of the negative charge, ഇവിടെയാണെങ്കിൽ they are separated, ഇവിടെയാണെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ചൊരിടത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ it is called non polar dielectric. That is, there is no polarity. രണ്ടും കൂടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നു. രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ന്യൂട്രൽ. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് നോൺ പോളാർ ഡൈഇലക്ട്രിക്. ഇതൊരു ഡൈപോൾ അല്ല, നോട്ട് എ ഡൈപോൾ. അതുകൊണ്ട് ഇവൻ എന്തുമില്ല, നോ ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഇതാണ് നമ്മുടെ പോളാർ ഡൈഇലക്ട്രിക്കും നോൺ പോളാർ ഡൈഇലക്ട്രിക്കും. ഇതാണ് ജസ്റ്റ് ആദ്യമേ അത് മനസ്സിലായി. അപ്പൊ ഇൻ ദ കേസ് ഓഫ് എ പോളാർ ഡൈഇലക്ട്രിക്, the center of the positive charge coincides with the polar dielectric. Center of the positive charge and center of the negative charges are already separated by a certain distance. Therefore, there is no net dipole moment. So, there is a net dipole moment and it behaves like a dipole. But in the case of a non-polar dielectric, a center of the positive charge coincides with the center of the negative charge and it is not a dipole and there is no net dipole moment. ഇങ്ങനെയുള്ള ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഞാൻ എടുത്തു. ശ്രദ്ധിച്ചോണേ, നമുക്ക് പഠിക്കാനുള്ളത് നോൺ പോളാർ ആണ്. ഒരു നോൺ പോളാർ ഡൈഇലക്ട്രിക് മെറ്റീരിയൽ ഞാൻ എടുത്തു. ഇതിനകത്ത് ഇഷ്ടം പോലെ ആറ്റംസ് ഇരിപ്പുണ്ട്. ഞാൻ തൽക്കാലം ഇങ്ങനെ ഒരു വലുതാക്കി വരയ്ക്കുകയാണ്. 3 ആറ്റത്തിന് റൈറ്റിലേക്കും താഴേക്കും കുറെ ആറ്റങ്ങൾ ഇങ്ങനെ കാണിച്ചു. ഇതൊരു ഡൈഇലക്ട്രിക് ആണ്, നോൺ പോളാർ ഡൈഇലക്ട്രിക് ആണ്. ഇതിന്റെ സെന്റർ ഓഫ് ദ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും കൂടെ കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. പോസിറ്റീവും നെഗറ്റീവും കൂടെ കോയിൻസൈഡ് ചെയ്തിരിക്കുന്നു. ഓരോ ആറ്റത്തിന്റെയും സെന്റർ ഓഫ്, ഇവരാരും ഡൈപോൾ അല്ല, അവർക്ക് ഡൈപോൾ മൊമെന്റും ഇല്ല, ഇവരെല്ലാരും കൂടെ കോയിൻസൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഞാൻ ഈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനകത്തിരിക്കുന്ന പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളും ഒന്നിച്ചിരിക്കുകയല്ലേ, അവർ പതുക്കെ ഷിഫ്റ്റ് ചെയ്യും. നെഗറ്റീവ് ചാർജുകളെല്ലാം ഈ പോസിറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും, പോസിറ്റീവ് ചാർജുകളെല്ലാം നെഗറ്റീവിന്റെ സൈഡിലേക്ക് ഇങ്ങനെയായിട്ട് മാറും. നെഗറ്റീവ് എല്ലാം ഇങ്ങോട്ട് മാറും, ഇവരിങ്ങോട്ട് മാറും. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഇതിങ്ങ് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ഇങ്ങനെ
The center of the negative charges shifted towards the positive side of the electric field and the center of the positive charges shifted towards the negative side. Electric field in the negative side shift ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഈ ആറ്റങ്ങളെല്ലാം ഇപ്പോൾ എന്തായിട്ട് മാറി? ഓരോരുത്തരും ഡൈപോൾ ആയിട്ട് മാറി. ഓരോരുത്തർക്കും ഡൈപോൾ മൊമെന്റ് ഉണ്ടായി. അപ്പോൾ when the electric field is supplied, center of the positive charge and center of the negative charges are separated. Therefore, each atom behaves like a dipole and each atom possesses some dipole moment. അങ്ങനെ ഇവൻ ഇപ്പോൾ പൊളാരിറ്റി ഉണ്ടാക്കി. ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക് പോളറൈസേഷൻ. ഡൈഇലക്ട്രിക്കിനെ പോളറൈസ് ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഓരോ ആറ്റത്തിനകത്ത് ഡൈപോൾ മൊമെന്റ് ഉണ്ടായി. അതിന് പറയുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെന്റ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോ when a non-polar dielectric is placed in an external electric field, then the center of the positive charge and negative charge get separated. So each atom behaves like a dipole and each atom possesses a dipole moment. This process is called a dielectric polarization and that dipole moment induced is called induced dipole moment. എന്നിട്ട് സംഭവിക്കുന്ന ശ്രദ്ധിച്ചോണം. ഇവർ രണ്ടുപേരും കൂടി അങ്ങ് ജോയിൻ ചെയ്യും. വേണ്ട, അത് ജോയിൻ ചെയ്താൽ തൽക്കാലം വിടുക. അപ്പോൾ ഇവിടെ ഓരോ ആറ്റത്തിലും ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് സ്മാൾ പി ആണെന്ന് കരുതുക. ഒരു ആറ്റത്തിന്റെ ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഡൈപോൾ ശ്രദ്ധിച്ചോണം, ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ മനസ്സിലാക്കുക. ഡൈപോൾ മൊമെന്റ് ഓഫ് ആൻ ആറ്റം, ഒരാറ്റത്തിന്റെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് സ്മാൾ പി ആണെന്ന് കരുതുക. പി സ്മാൾ പി അല്ല, പി സ്മാൾ പി. അങ്ങനെ ഇഫ് ശ്രദ്ധിച്ചോണം, ഇഫ് there are n atoms in unit volume, യൂണിറ്റ് വോളിയത്തിനകത്ത് n ആറ്റം ഉണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം എത്രയായിരിക്കും? ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു n into small p. കാരണം ഒരാറ്റത്തിന്റെ ഡൈപോൾ മൊമെന്റ് ആണ് പി. അങ്ങനെ യൂണിറ്റ് വോളിയത്തിനകത്ത് n ആറ്റം ഉണ്ടെങ്കിൽ യൂണിറ്റ് വോളിയത്തിൽ ഉണ്ടാകുന്ന ഡൈപോൾ മൊമെന്റ് എത്രയാണ്? n into small p. ഇതിന് പറയുന്ന പേരാണ് പോളറൈസേഷൻ വെക്ടർ. ഇമ്പോർട്ടന്റ് ആണ്, പോളറൈസേഷൻ വെക്ടർ. That is represented by capital P. This is important. Now, what is polarization vector? Induced dipole moment per unit volume is called polarization vector. That is equal to n into small p. നോർത്തിരിക്കുക. ഇനി ഞാൻ അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കണം. അപ്പോൾ ഒരാറ്റത്തിന്റെ ഡൈപോൾ മൊമെന്റ് ആണ് പി. യൂണിറ്റ് വോളിയത്തിനകത്ത് n ആറ്റം ഉണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് വോളിയം ദാറ്റ് ഈസ് കോൾഡ് പോളറൈസേഷൻ വെക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു n into സ്മാൾ p. ഇനി ഓർക്കേണ്ടത്, ഇവർ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് ഇവർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ അങ്ങ് എഫക്റ്റ് ഇല്ലാതാവും. രണ്ടുപേരും കൂടി അടുത്തടുത്ത് വന്നിട്ട് ഇതിന്റെ എഫക്റ്റ് ഇല്ലാതാവും, ഇവിടെ ഇല്ലാതാവും, ഇതില്ലാതാവും, ഇവിടെ. അപ്പൊ എന്തു പറ്റി ഇതിനകത്ത്? നെറ്റ് ഒരു സൈഡിൽ കംപ്ലീറ്റ് നെറ്റ് നെഗറ്റീവ് ചാർജും മറു സൈഡിൽ കംപ്ലീറ്റ് നെറ്റ് പോസിറ്റീവ് ചാർജും വരും. അപ്പൊ when a non-polar dielectric is placed in an external electric field, center of the positive and negative charge gets separated. Because of this, there is a net negative charge is induced at one side and net positive charge induced on the other side. ഈ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഇതിനകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഇതിനകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഡാഷ്, അല്ലെങ്കിൽ ഈ വൺ എന്നെടുക്കാം. അപ്പൊ ഞാനിതൊന്ന് മായ്ച്ചു കളഞ്ഞിട്ട് ഇത് മാത്രമാക്കുന്നു. ഈ നെഗറ്റീവും പോസിറ്റീവും ചാർജുകളെ മാത്രം ഞാൻ വരച്ചു വയ്ക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇത്രയും ചാർജ് വന്നു. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇതിനകത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് ഡെവലപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഈ വൺ. നമ്മൾ അപ്ലൈ ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടേക്കായിരുന്നു? അങ്ങോട്ടേക്കായിരുന്നു. ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? ഇങ്ങോട്ടേക്ക് ഈ വൺ. അപ്പോൾ അങ്ങോട്ട് ഇയും ഇങ്ങോട്ട് ഈ വണ്ണും കൂടെ വരുമ്പോൾ അവിടുത്തെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയായിട്ട് മാറും? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ മെറ്റീരിയൽ ഇ ഡാഷ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഇ വൺ. മനസ്സിലാവുന്നുണ്ടേ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട്,
ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങോട്ട്. അപ്പൊ ഇവ രണ്ടൊരു ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് വിതിൻ ദ മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു ഇ മൈനസ് E1. ദാറ്റ് ഇ മൈനസ് E1 ഈസ് ഈക്വൽ പഠിച്ചു വയ്ക്കുക E/K ആണ്. That net electric field inside the material is equal to E/K. അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഡൈ ഇലക്ട്രിക്കിനകത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E/K ആയിരിക്കും. ഡൈ ഇലക്ട്രിക്കിനകത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വലി എന്താണ്? അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് മെറ്റീരിയലിനകത്തൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. രണ്ടുപേരും ഓപ്പോസിറ്റ് ആകുമ്പോൾ അവിടെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് E മൈനസ് E ഡാഷ്, അതിന്റെ വാല്യൂ ആണ് E/K. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക്കിനകത്ത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ഡൈഇലക്ട്രിക്കിനെ വെച്ചാൽ എക്സ്റ്റേണൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഡൈഇലക്ട്രിക്കിനകത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E/K റൈറ്റിലേക്ക് തന്നെയായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് 100, ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത് 30, അപ്പൊ നെറ്റ് എത്ര വരും? 70. അങ്ങോട്ടല്ലേ വരിക? പഠിച്ചു. ഇതൊന്നും മനസ്സിൽ ഈ ഒറ്റ പോയിന്റാണ് നമ്മളെ സംബന്ധിച്ച് ആവശ്യമുള്ള ഈ ഒരു പോയിന്റാണ്. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഈക്കകത്ത് ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് ഒരു ഡൈഇലക്ട്രിക് സ്ലാബിനെ എടുത്ത് വെച്ചാൽ അതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് E/K ആയിട്ട് മാറും. ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഇതാണ് നമുക്ക് ആവശ്യം. മനസ്സിലാവുന്നുണ്ടേ? When a dielectric is placed on an external electric field, then the electric field inside the dielectric is equal to E/K. അത് മാത്രം നമുക്ക് തൽക്കാലം മനസ്സിലാക്കാം. ഇനി ഒന്ന് രണ്ട് കാര്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനുണ്ട്. അപ്പൊ പോളറൈസേഷൻ വെക്ടർ ഈസ് ഈക്വൽ ടു n ഇൻറ്റു സ്മാൾ പി. നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണല്ലോ ഡൈഇലക്ട്രിക് സ്ലാബിനെ എടുത്ത് വെച്ചു. എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. ആ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തപ്പോഴാണ് ഈ ആറ്റത്തിനകത്തിരുന്ന പോസിറ്റീവും നെഗറ്റീവും കൂടെ സെപ്പറേറ്റ് ചെയ്തു. അവർ തമ്മിലുള്ള സെപ്പറേഷൻ ഡെൽറ്റ എ ആണെന്ന് എടുക്കുക. അപ്പോൾ സ്മാൾ പി ഈസ് ഈക്വൽ ടു Q ഇൻറ്റു ഡെൽറ്റ എ. നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ എമൗണ്ട് കൂട്ടുന്തോറും സെപ്പറേഷനും കൂടിക്കൊണ്ടേയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിന്റെ എമൗണ്ട് കൂട്ടുന്തോറും ഇവരെ കൂടുതൽ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അതിന്റെ അർത്ഥം ഇവരുടെ ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസസ് ഡൈപോൾ മൊമെന്റ് ഓഫ് ആൻ ആറ്റം. അതുകൊണ്ട് സ്മാൾ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ 0e. സ്മാൾ പി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ 0e. or small p is equal to some constant into epsilon 0 into e. ആ കോൺസ്റ്റന്റിന് നമ്മൾ പറയുന്ന പേരാണ് പോളറൈസിബിലിറ്റി. ഇത് പഠിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല, മനസ്സിലാക്കുക. അപ്പൊ വേറൊരാൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്മാൾ പി കൂടുകയാണെങ്കിൽ ക്യാപിറ്റൽ പിയും കൂടൂലേ? ഞാൻ പറഞ്ഞു കൂടും. അപ്പോൾ ക്യാപിറ്റൽ പിയോ? ക്യാപിറ്റൽ പി ഈസ് ആൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ 0e. or capital P is equal to some constant into epsilon 0e. ആ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി, ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. എന്താണ് ഈ സസെപ്റ്റിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയാൽ പഠിക്കുക. ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ടു എന്താണ്? n ഇൻറ്റു സ്മാൾ പി ആണ്. Therefore n into small p യുടെ വാല്യൂ എത്രയാണ്? ആൽഫ എപ്സിലോൺ 0e. ഇതും കൂടി നിങ്ങൾ കമ്പയർ ചെയ്തേ. പി എപ്സിലോൺ 0e. അപ്പൊ കൈയുടെ സ്ഥാനത്ത് ആര് കിടക്കുന്നു? n ആൽഫ. ആൽഫ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പോളറൈസിബിലിറ്റി. ഒരാറ്റത്തിന് പോളറൈസ് ചെയ്യാനുള്ള എബിലിറ്റി ടു പോളറൈസിന് പറയുന്ന പേരാണ് പോളറൈസിബിലിറ്റി. ഒരു ആറ്റത്തിന്റെ പോളറൈസിബിലിറ്റിയാണ് ആൽഫ. ഒരാറ്റത്തിന്റെ പോളറൈസിബിലിറ്റി ആണ് ആൽഫ. യൂണിറ്റ് വോളിയത്തിലുള്ള പോളറൈസിബിലിറ്റിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. അപ്പൊ ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി ഈസ് ദ പോളറൈസിബിലിറ്റി ഇൻ യൂണിറ്റ് വോളിയം. ഒരാറ്റത്തിന്റെ പോളറൈസിബിലിറ്റി ആൽഫ, യൂണിറ്റ് വോളിയത്തിനകത്തുള്ള പോളറൈസിബിലിറ്റി ആണ് സസെപ്റ്റിബിലിറ്റി. പറ്റിയാൽ പഠിക്കുക. പക്ഷെ ഇനി പറയുന്നൊരു കാര്യം പഠിച്ചു വയ്ക്കുക. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് സസെപ്റ്റിബിലിറ്റി? സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിയബിലിറ്റിയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി K is equal to 1 plus chi. പഠിച്ചു വെച്ചേക്കണം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു 1 plus chi. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. വേറെ ഒന്നും നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനകത്ത് ആ പോളറൈസിബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കണം. പോളറൈസിബിലിറ്റി അല്ല, പോളറൈസിബിലിറ്റി അല്ല, സോറി, പിന്നെ എന്തുവാ,
നമ്മുടെ ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം പോളറൈസേഷൻ വെക്ടർ എന്താണെന്ന് മര്യാദയ്ക്ക് പഠിച്ചു വയ്ക്കുക. പോളറൈസേഷൻ വെക്ടർ ഈസ് ദ ഡൈപോൾ മൊമെന്റ് ഇൻ യൂണിറ്റ് വോളിയം ഈസ് കാൾഡ് പോളറൈസേഷൻ വെക്ടർ. അത് പഠിച്ചു വയ്ക്കുക. Then relation between relative permittivity and susceptibility is equal to 1 plus chi. ഇത്രയെങ്കിലും പഠിച്ചു വയ്ക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കിനി അങ്ങോട്ട് വരുന്ന ആവശ്യമുള്ള സാധനം ഇതേ ഉള്ളൂ. ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിനകത്ത് നമ്മളൊരു ഡൈഇലക്ട്രിക്കിനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡെൻസിറ്റി E/K ആയിരിക്കും. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മളിനി അങ്ങോട്ടേക്ക് അടുത്തതിലേക്ക് കയറുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏത്? കപ്പാസിറ്റർ. കപ്പാസിറ്റി, എബിലിറ്റി ടു സ്റ്റോർ ഇലക്ട്രിക് ചാർജസ് ഈസ് കാൾഡ് കപ്പാസിറ്റി. ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ പറയുന്ന പേരാണ് കപ്പാസിറ്റി. അപ്പൊ നമ്മൾ ഇനി പറഞ്ഞു പോകുന്ന ഇതാണ്, വാട്ട് ഈസ് എ കപ്പാസിറ്റർ? ശരിക്കും ഒരു കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ആളെയാണ് കപ്പാസിറ്റർ എന്ന് പറയാം. നമ്മൾ സാധാരണ കപ്പാസിറ്റർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 2 പ്ലേറ്റുകൾ എടുത്ത് വേണം ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാൻ. അതെന്തോ സാറേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അതായത് ഒരു സ്പെറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ ഇതിനെയാണ് 2 ഐഡന്റിക്കൽ കോൺസെൻട്രിക് സ്പിയേഴ്സ്, ഇതാണ് സ്പെറിക്കൽ കപ്പാസിറ്റർ. സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ അകത്തിരിക്കുന്ന ഒരു പ്ലേറ്റ് ഇത്, അതുപോലെ വേറൊരു സാധനം ഇങ്ങനെ, ഇതാണ് സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ. മനസ്സിലായി? 2 പ്ലേറ്റുകൾ വേണം. അതുപോലെ തന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിനെ എടുത്ത് നമ്മൾ ഇങ്ങനെ വെക്കുന്നു, വേറൊരു പ്ലേറ്റിനെ എടുത്ത് ഇങ്ങനെ വെക്കുന്നു. ഇതിന് നമ്മൾ പറയുന്നവരാണ് പാരലൽ പ്ലേറ്റ്. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കാൻ 2 പ്ലേറ്റുകൾ എപ്പോഴും വേണം. ഒരു പ്ലേറ്റ് ആണെങ്കിൽ എന്താ ദോഷമെന്നറിയാമോ? ഇവന്റെ കപ്പാസിറ്റി ഒരിക്കലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 2 പ്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സെപ്പറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ കപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് 2 പ്ലേറ്റ് ഉപയോഗിക്കണം. അല്ലാതെ ഇപ്പോൾ ഒരു പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും. 2 പ്ലേറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റി ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. അങ്ങനെയൊക്കെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അതൊന്നും നമ്മൾ വിശദമായിട്ട് കയറണ്ട. അപ്പോൾ ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കുമ്പോൾ 2 പ്ലേറ്റുകൾ വെച്ചിട്ടാണ് കപ്പാസിറ്റർ ഉണ്ടാക്കുക. അപ്പോൾ കപ്പാസിറ്റി എന്ന് പറയുന്നത് സി ഈസ് ഈക്വൽ ടു ചാർജ് ബൈ പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 പ്ലേറ്റ്സ്. ഈ 2 നമ്മൾ എടുക്കുന്ന പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇത് ഇ എന്ന് പറയുന്നത് PD ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പൊ ചോദിക്കും, സാറ് ഫസ്റ്റിലെ ഒരു സ്പെറിക്കൽ കപ്പാസിറ്റർ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞില്ലല്ലോ സാർ. ആ സ്പെറിക്കൽ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി ഇവന്റെ കപ്പാസിറ്റി 4πε0 r എന്നങ്ങ് പറഞ്ഞു പോവുകയല്ലേ ചെയ്തത്. അപ്പൊ അവിടെ എന്താ കപ്പാസിറ്റി? അങ്ങനല്ല. അവിടെ നമ്മൾ ഈ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത്, ഒരു സിംഗിൾ സ്പെറിക്കൽ പ്ലേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൺസെപ്റ്റ് സെക്കൻഡ് പ്ലേറ്റ് ഈസ് സപ്പോസ് ടു ബി അറ്റ് ഇൻഫിനിറ്റി എന്നാണ്. 2ാമത്തെ പ്ലേറ്റ് അവിടെ ഇല്ലെങ്കിൽ അതിന്റെ കൺസെപ്റ്റ് 2ാമത്തെ പ്ലേറ്റ് ഇൻഫിനിറ്റി ഇരിക്കുന്നു. ഇൻഫിനിറ്റി ഇരിക്കുന്നവന്റെ പൊട്ടൻഷ്യൽ 0 ആണ്, ഇവന്റെ പൊട്ടൻഷ്യൽ V ആണ്. അപ്പോൾ ഇവന്റെ കപ്പാസിറ്റി C ഈസ് ഈക്വൽ ടു Q/V - 0. ആ V - 0 എന്ന് പറഞ്ഞ എന്ത് തന്നെ വരും? Q/V. That is equal to Q/1/4πε0 into Q divided by R. അങ്ങനെയാണ് 4πε0 R എന്ന്. അപ്പോൾ ഒരു പ്ലേറ്റ് മാത്രമാണെങ്കിൽ അവിടുത്തെ കൺസെപ്റ്റ് എന്താണ്? 2ാമത്തെ പ്ലേറ്റ് എവിടെ ഇരിക്കുന്നതായിട്ടാണ്? ഇൻഫിനിറ്റിയിൽ ഇരിക്കുന്നതായിട്ട് നമ്മൾ കൺസെപ്റ്റ് എടുക്കണം. അപ്പോൾ ഇൻഫിനിറ്റി ഇരിക്കുന്നതിന്റെ പൊട്ടൻഷ്യൽ 0 ആയതുകൊണ്ട് V - 0 അവിടെ 0 ആയതുകൊണ്ടാണ് നമ്മൾ V എന്ന് എടുത്തു പോയത്. അപ്പൊ ആക്ച്വലി ഒരു കപ്പാസിറ്റർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ചാർജ് ബൈ പൊട്ടൻഷ്യൽ അല്ല, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പ്ലേറ്റ്സ്. എടുക്കുന്ന 2 പ്ലേറ്റുകളും തമ്മിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് മറന്നു കളയരുത്. അപ്പൊ കപ്പാസിറ്റി ഈസ് ഈക്വൽ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നമുക്ക് പല ടൈപ്പ് കപ്പാസിറ്റർ ഉണ്ട്. സ്പെറിക്കൽ കപ്പാസിറ്റർ, സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ. നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഒരു കപ്പാസിറ്റർ ഉണ്ടാക്കണമെങ്കിൽ മിനിമം 2 പ്ലേറ്റ് വേണം. ഞാൻ പറഞ്ഞു കൺസിഡർ 2 parallel plates, each of area A, and they are separated by a distance of D. distance ആയിരത്തിൽ അവർ എടുത്തു വെച്ചു. 2 പേരുടെയും ഏരിയ A ആണ്. എന്നിട്ട് ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് അറിയാമോ? ഒരുത്തനെ Q ചാർജ് കൊടുക്കും, മറ്റവൻ അത്രയും തന്നെ -Q ചാർജ് കൊടുക്കും. അപ്പോൾ ഇവന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി എത്രയാണ്? Q/A. മറ്റേവന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി -σ = -Q/A.
ഒരുത്തൻ്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മയും മറ്റവൻ്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് സിഗ്മയും. കഴിഞ്ഞ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് പ്ലേറ്റുകൾക്ക് ഒരുത്തന് സിഗ്മയും മറ്റേവന് മൈനസ് സിഗ്മയും ആണെങ്കിൽ there is an electric field intensity only in between them. That electric field intensity is equal to sigma by epsilon 0. മറന്നുപോയെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലിന്റെ ടോപ്പിക് എടുത്ത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ചാർജ് ഡെൻസിറ്റി സിഗ്മയും മറ്റേയാളുടെ മൈനസ് സിഗ്മയും ആണെങ്കിൽ ഇവയ്ക്കിടയിൽ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവൂ, രണ്ട് സൈഡിലും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഈ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവും. That electric field intensity is equal to sigma by epsilon 0. What is sigma? Sigma is equal to Q by A epsilon 0. മനസ്സിലായല്ലോ? ഇനി നമ്മൾ തുടക്കം തൊട്ട് ഞാൻ ഒന്നുകൂടി എടുക്കുകയാണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഈ പ്ലേറ്റിനെ വരയ്ക്കത്തില്ല, ഇത്രയും മാത്രം വരച്ചു വയ്ക്കും. ഒരു പ്ലേറ്റിന്റെ ഈ സൈഡ് മാത്രം അങ്ങനെ വരച്ചങ്ങ് പോകാം. അല്ല, ഫുൾ പ്ലേറ്റ് ഞാൻ വരയ്ക്കുന്നില്ല. അപ്പൊ അതാ നോക്കുക, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റി വെറും സിമ്പിൾ ആണ്, വെറും സിമ്പിൾ. നോക്കുക, കൺസിഡർ two parallel plates, each of area A and the plate separation is D. The charge given to the first plate is Q and the second plate is minus Q. Then there is an electric field intensity in between the plates. That electric field intensity E is equal to, ഇതിന്റെ ഇടയിലുണ്ടാകുന്ന electric field intensity E is equal to എഴുതണം, E is equal to sigma by epsilon 0, which is equal to sigma is equal to Q by A epsilon 0. ഇവർക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ആണെങ്കിൽ ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു Q by A epsilon 0 ഇൻറ്റു ഡി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. E is equal to V by D അല്ലെങ്കിൽ V is equal to E into D. Then what is the equation for capacity? Capacity C is equal to Q by V. Here charge is given is equal to Q by V is equal to Q by A epsilon 0 into D. Q cancel ആയിപ്പോയി. Therefore capacity C is equal to epsilon 0 A by D. This is the equation for capacity. Very simple derivation. This is the capacity of a parallel plate capacitor. That is, consider two parallel plates each of area A and they are separated by a distance of D. Charge given to the first plate is Q and the second plate is minus Q. Then there is an electric field is only in between the plates. That electric field intensity is equal to sigma by epsilon 0. Where sigma is equal to Q by A, that is equal to Q by A epsilon 0. Then potential difference between the നമുക്കെന്താണ് capacity C is equal to Q by potential difference ആണ്. Q നമുക്കറിയാം, ഇനി potential difference കൂടി വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് potential difference is equal to E into D, that is equal to Q by A epsilon 0 into D. Then capacity C is equal to Q by V, that is equal to Q divided by Q by A epsilon 0 into D. Q cancel ആയി പോയി കഴിഞ്ഞാൽ capacity C is equal to epsilon 0 A by D. This is the equation for capacity of a parallel plate capacitor. അതിന്റെ അർത്ഥം എന്താ? പ്ലേറ്റ് ഏരിയ കൂടിയാൽ കപ്പാസിറ്റി കൂടും, പ്ലേറ്റിന്റെ സെപ്പറേഷൻ കൂടിയാണെങ്കിൽ കപ്പാസിറ്റി കുറയും. കപ്പാസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. അപ്പോൾ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് കപ്പാസിറ്റി ഡിപ്പെൻഡ്സ്? കപ്പാസിറ്റി ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിനെയോ പൊട്ടൻഷ്യലിനെയോ ഡിപ്പെൻഡ് ചെയ്യില്ല. കാരണം ഫൈനൽ ഇക്വേഷൻ അത് ചാർജും ഇല്ല പൊട്ടൻഷ്യലും ഇല്ല. പിന്നെ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? മൂന്ന് പേരെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് ഏരിയ, രണ്ടാമത്തെ ഡിസ്റ്റൻസ്, മൂന്നാമത്തത് എപ്സിലോൺ 0, അതായത് കപ്പാസിറ്റർ പ്ലേറ്റിന് ഇടയിലിരിക്കുന്ന മീഡിയം. ഇവിടെ എയർ ഇരിക്കുന്നത് കൊണ്ടാണ് എപ്സിലോൺ 0. എയറിന് പകരം ഏതെങ്കിലും ഒരു മീഡിയം വന്നിരുന്നു എങ്കിൽ കപ്പാസിറ്റി സി ഈസ് ഈക്വൽ ടു എന്ത് വന്നേനെ? എപ്സിലോൺ 0 A K divided by D എന്ന് വന്നേനെ. ഇഫ് ദർ ഈസ് എ ഡൈഇലക്ട്രിക് മീഡിയം ഈസ് കംപ്ലീറ്റ്ലി പ്രസന്റ് ഇൻ ബിറ്റ്വീൻ ദം. ആ രണ്ട് പ്ലേറ്റുകൾക്കും ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് ആയിട്ട് ഡൈഇലക്ട്രിക് മീഡിയം ഉണ്ടായിരുന്നു എങ്കിൽ കപ്പാസിറ്റി K ടൈംസ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ പഠിപ്പിച്ചപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. മീഡിയം വരുമ്പോൾ ഫോഴ്സ് K ടൈംസ് കുറയും, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി K ടൈംസ് കുറയും, പൊട്ടൻഷ്യൽ K ടൈംസ് കുറയും, പൊട്ടൻഷ്യൽ എനർജി K ടൈംസ് കുറയും. പക്ഷെ കപ്പാസിറ്റി K ടൈംസ് കൂടും. ഒരു മീഡിയം വരുമ്പോൾ കപ്പാസിറ്റി ഇൻക്രീസസ് ബൈ K ടൈംസ്. ബട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി, പൊട്ടൻഷ്യൽ എനർജി
ഇലക്ട്രിക് ഫോഴ്സ് ഇവർ 4 പേരും K ടൈംസ് കുറയും. കാരണം അവിടെയെല്ലാം വരുന്നത് 1/4πε0 താഴെയാണ് വരിക, അതിന്റെ കൂട്ടത്തിലാണ് K വരിക, ഡിനോമിനേറ്റർ. പക്ഷെ ഇവിടെ കപ്പാസിറ്റിക്കകത്ത് ε0 വന്നത് മുകളിലാണ്, അതിന്റെ കൂടെ K വരുമ്പോൾ കപ്പാസിറ്റി ഇൻക്രീസസ് ടു K ടൈംസ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റികൾ. ഇത് മറന്നു പോകരുത്, കപ്പാസിറ്റി എപ്പോഴും കണ്ടുപിടിക്കുന്നത് Q/V. അപ്പൊ കപ്പാസിറ്റി C = ഈ മെത്തേഡിൽ കണ്ടുപിടിച്ചു. ഇനിയാണ് നമ്മൾ പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് സ്ലാബ്. ഇതിന്റെ ഇടയിലേക്ക് നമ്മൾ ഒരു സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും ഇതിന്റെ ഇടയിലേക്ക്? അപ്പൊ ചോദിക്കുക ഏത് സ്ലാബാണ് ഉദ്ദേശിക്കുന്നത്? 2 സ്ലാബുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിനകത്ത് ആദ്യത്തത് മെറ്റൽ സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇൻട്രൊഡക്ഷൻ ഓഫ് മെറ്റൽ സ്ലാബ്. ഈ മെറ്റൽ സ്ലാബ് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇങ്ങനെ ഇരിക്കുന്ന കപ്പാസിറ്റർ പ്ലേറ്റ്, ഇതിന്റെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ശ്രദ്ധിച്ചോണേ, ഉണ്ടോ? അപ്പൊ ഇവന്റെ ഏരിയ എ ആണെങ്കിൽ, ഇവന്റെ ഏരിയ എ ആണെങ്കിൽ, ഇവന്റെ ഏരിയ എ തന്നെയാണ്. ഇവന്റെ തിക്നെസ് ആണ് T, ഇത് ഡിസ്റ്റൻസ് ആണ് D. അതിൻ്റെ ഇടയിൽ വെക്കുന്ന ഡൈഇലക്ട്രിക് സ്ലാബിന്റെ തിക്നെസ് T ആണ്. നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരച്ചു വയ്ക്കത്തുള്ളൂ, ഉണ്ടോ? അപ്പൊ ഇത് കാണുമ്പോൾ ഇത് ഏരിയ എന്ന് കരുതരുത്, ഇത് തിക്നെസ് ആണ്. നമ്മൾ വെക്കുന്ന ഡൈഇലക്ട്രിക് സ്ലാബിന്റെ തിക്നെസ് ആണ് ഇത് T. അപ്പൊ നമ്മൾ പറയും കൺസേർവ്, ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ മാത്രമേ വരയ്ക്കൂ. ഇത് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ഡൈഇലക്ട്രിക് സ്ലാബിന്റെ തിക്നെസ് ആണ്. ഓർത്തോണേ, തിക്നെസ് ആണ് T. അപ്പൊ നമ്മൾ പറയട്ടെ, കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, each of area A and they are separated by a distance of D. Charge given to this plate is equal to Q and this plate is equal to minus Q. അപ്പോൾ ഇതിനിടയിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവും. എവിടം മുതൽ എവിടം വരെ? ഇത് മുതൽ ഇതുവരെ. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 2 പ്ലേറ്റിന്റെയും ഇടയിലേക്ക് ഒരു മെറ്റൽ സ്ലാബ് ഓഫ് തിക്നെസ് T എടുത്ത് ഞാൻ ഇതിന്റെ ഇടയിലേക്ക് വെച്ചു. അപ്പോൾ കൺസിഡർ എ മെറ്റൽ സ്ലാബ് ഓഫ് തിക്നെസ് T ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഈ 2 പ്ലേറ്റുകൾക്കിടയിൽ ഒരു മെറ്റൽ, ഓർക്കുക ഏരിയ അല്ല, ഇതിന്റെ തിക്നെസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ വെക്കുന്ന പ്ലേറ്റിന്റെ തിക്നെസ് ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുക. നിങ്ങൾ അത് തെറ്റിച്ച് കളയരുത്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്ലേറ്റ്, ആ പ്ലേറ്റിന് ഇങ്ങനെ വെക്കുമ്പോൾ ഈ സൈഡാണ്, ഈ തിക്നെസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. തിക്നെസ് ആണ്, ഈ തിക്നെസ് ആണ് T, ഈ ഏരിയ അല്ല. ഓർത്തോളുക, അത് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു എന്ന് മാത്രം. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0. കാരണം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് ഈക്വൽ ടു 0. ഒരു കണ്ടക്ടറിനകത്ത്, മെറ്റൽ എന്ന് പറയുന്ന കണ്ടക്ടറാണ്, കണ്ടക്ടറിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്രയാണ്? ഈ സികളുടെ പഴയ ആള് തന്നെയാണ്, σ/ε0, ദാറ്റ് ഈസ് ഈക്വൽ ടു Q/A/ε0. അപ്പൊ ചോദിക്കും ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? ഇവര് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? എന്താ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെഫിനിഷൻ? വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഹിയർ ടു ഹിയർ. ഇവിടെ നിന്ന് ഇവിടം വരെ മൂവ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് D ആയതുകൊണ്ടാണ് ഇവിടെ E/D എഴുതിയത്. പക്ഷെ ഇവിടെ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മൾ മൂവ് ചെയ്ച്ച് ഇവിടം വരെ വരുമ്പോൾ വർക്ക് ചെയ്യണം. ഉടനെ മെറ്റൽ പ്ലേറ്റ് പറയും, ഡേ നീ എന്റെ അകത്ത് വർക്ക് ചെയ്യേണ്ട, അകത്ത് ഇലക്ട്രിക് ഫീൽഡില്ല, നീ ചുമ്മാ കയറിപ്പോകുക. അപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. വീണ്ടും ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും വർക്ക് ചെയ്യണം. അപ്പൊ എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ വർക്ക് ചെയ്യണ്ട? T ഡിസ്റ്റൻസിൽ വർക്ക് ചെയ്യണ്ട. അപ്പോൾ എത്ര ഡിസ്റ്റൻസിൽ നമ്മൾ വർക്ക് ചെയ്യണം? D - T ഡിസ്റ്റൻസിൽ വർക്ക് ചെയ്യണം. Therefore potential difference is equal to E into D minus T. That is equal to Q/A/ε0 into D minus T. മറ്റേടത്തായിരുന്നെങ്കിൽ D ഡിസ്റ്റൻസിലും വർക്ക് ചെയ്യണം, ഫുൾ ഡിസ്റ്റൻസിലും വർക്ക് ചെയ്യണം. ഇവിടെ ഇത്രയും ഡിസ്റ്റൻസിൽ വർക്ക് ചെയ്യണ്ട. ഇനിയൊന്നുമില്ല. Capacity C is equal to Q divided by V. That is equal to
Q by A epsilon 0 into D minus T. Q adichu poi. That is answer is equal to epsilon 0 A by D minus T. This is the equation for capacity. അപ്പോൾ ഡൈഇലക്ട്രിക് മെറ്റൽ സ്ലാബിനെ ഇൻട്രോഡ്യൂസ് ചെയ്തപ്പോൾ കപ്പാസിറ്റി കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു എന്ന് കുറച്ച് പേര് പറഞ്ഞു. ഡിനോമിനേറ്ററിൽ കുറഞ്ഞു, അതുകൊണ്ട് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തു. കപ്പാസിറ്റി ഇൻക്രീസസ്. അപ്പോൾ ഒരാൾ ചോദിക്കുക, സാറേ നമ്മൾ ഇതിനിടയിൽ മൊത്തം അങ്ങ് മെറ്റൽ സ്ലാബിനെ വെച്ചാലോ? ഞാൻ പറഞ്ഞു മൊത്തം വെച്ചാൽ ടിയുടെ വാല്യൂ ഡി ആയിട്ട് മാറും. ഇഫ് ടി ഈസ് ഈക്വൽ ടു ഡി, അതായത് ഇവനെ നിറച്ചങ്ങ് എടുത്ത് ഇങ്ങനെ വലിയൊരു മെറ്റൽ പ്ലേറ്റ് എടുത്ത് വെച്ചു, ഡി കംപ്ലീറ്റ് ടി ആയി. അങ്ങനെ വന്നാൽ ഡി മൈനസ് ഡി ഈസ് ഈക്വൽ ഡി മൈനസ് ഡി, ദാറ്റ് ഈസ് 0. therefore കപ്പാസിറ്റി സി ഈസ് ഈക്വൽ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റി ആയിട്ട് മാറും. അപ്പൊ മെറ്റൽ സ്ലാബിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ പാരലൽ പ്ലേറ്റിനിടയിൽ കംപ്ലീറ്റ് ആയിട്ട് നിറച്ചു വെച്ചാൽ കപ്പാസിറ്റി ബിക്കംസ് ഇൻഫിനിറ്റി. എന്തുവാ ഇൻഫിനിറ്റി വന്നാൽ അതിന്റെ അർത്ഥം? ഇൻഫിനിറ്റി വന്നാൽ അതിന്റെ അർത്ഥം എന്താ? ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ആൻസർ ഇൻഫിനിറ്റി വന്നാൽ അതിന്റെ അർത്ഥം എന്തിനെ കുറിച്ചാണോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതല്ലാതെയായി. കപ്പാസിറ്റി ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇതൊരു കപ്പാസിറ്റർ അല്ല, അതാണ് എന്റെ അർത്ഥം. ഇൻഫിനിറ്റി അൺഡിഫൈൻഡ് ആണ്, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത സാധനമാണ് ഇൻഫിനിറ്റി. അപ്പൊ കപ്പാസിറ്റി ഇൻഫിനിറ്റി വന്നു കഴിഞ്ഞാൽ അർത്ഥം അങ്ങനെ സാധനം ഇല്ല, കപ്പാസിറ്റർ അല്ല. ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോ ഇവിടെ എടുത്തിട്ട് ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ കപ്പാസിറ്റി 5 ലിറ്റർ ആണ്. അതിന്റെ അർത്ഥം എന്താ നിങ്ങൾ പറയുന്നത്? ഇതിനകത്ത് 5 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ അത് നിറയണം, ഇത് കംപ്ലീറ്റ് ഫില്ലാകണം. നിങ്ങൾ ഒരാള് രാവിലെ തൊട്ട് ഇതിനകത്തേക്ക് വെള്ളം കോരി ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഒഴിച്ചൊഴിച്ച് കുഴഞ്ഞിട്ടും ഈ ഇതിന്റെ ബോട്ടിൽ നിറയുന്നില്ല. അപ്പൊ നമ്മൾ എന്താ പറയുക? എന്തൊരു കപ്പാസിറ്റി ആയത്, ഇൻഫിനിറ്റി കപ്പാസിറ്റിയാണ്, എത്ര ഒഴിച്ചിട്ടും അത് നിറയുന്നില്ല, ഭയങ്കര കപ്പാസിറ്റി തന്നെ. ഇൻഫിനിറ്റി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇത് നിറയുന്നില്ല. രാവിലെ തൊട്ട് വെള്ളം കോരാൻ തുടങ്ങിയാണ്, വൈകുന്നേരമായിട്ട് ആ കുടം നിറയുന്നില്ല. എൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? വേറെ അർത്ഥമൊന്നുമില്ല, അതിനടിയിൽ ഓട്ടയുണ്ട്. മനസ്സിലായോ? ഇതിന്റെ അടിയിൽ അതിനൊരു ഓട്ടയുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഈ ഓട്ടയുണ്ടെങ്കിൽ എന്ത് പറ്റും? ഒഴിക്കുന്ന വെള്ളം ഇങ്ങനെ ഇറങ്ങി അങ്ങ് പോകും. രാവിലെ തൊട്ട് വൈകുന്നേരം വരല്ല, നമ്മൾ 25 കൊല്ലം വെള്ളം കോരിയാലോ നിറയില്ല. കാരണം ഇതൊരു ബോട്ടിലല്ല, ഇതൊരു പൈപ്പായി പോയി. കയറി ഇറങ്ങിപ്പോകുന്നത് പൈപ്പാണ്. മേളിക്കൂടെ കയറി താഴെ കൂടെ ഇറങ്ങിപ്പോകുന്നത് പൈപ്പാണ്. ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിന് അല്ലേ നമ്മൾ പൈപ്പ് എന്ന് പറയുന്നത്? ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ പൈപ്പ് എന്ന് പറയുക, ഓട്ടമുള്ള സാധനം. അപ്പൊ ഇതിലേക്ക് കയറി ഇറങ്ങിപ്പോകും. ഇത് അടച്ചു കഴിഞ്ഞാൽ ബോട്ടിലായി. അപ്പൊ അടഞ്ഞ ഭാഗത്ത് ഹോൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതൊരു പൈപ്പായിട്ട് മാറി, അതൊരു ബോട്ടിലല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എ പൈപ്പ് എന്നാണ് എൻ്റെ. അപ്പൊ ഇതൊരു ബോട്ടിൽ, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതാണ് ഇൻഫിനിറ്റി കപ്പാസിറ്റി. അപ്പോൾ നമ്മൾ മനസ്സിലായല്ലോ. അപ്പൊ ഒന്നുകൂടെ ഞാൻ പെട്ടെന്ന് പറയുന്നു. കൺസിഡർ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റി. 2 parallel plates are arranged parallel to each other, each of area A, and they are separated by a distance of D. The charge given to the first plate is Q and the second plate is minus Q. Then there is an electric field intensity E is equal to sigma by epsilon 0, that is equal to Q by epsilon 0 in between. When a metal slab of thickness T is introduced in between the plates, then the electric field inside the metal is equal to 0, but outside is equal to E. Therefore, potential difference between these two plates is equal to E into D minus T, because there is no work is to be done in the inside the metal plate. Therefore, potential difference is equal to E into D minus T. That is Q by A epsilon 0 into D minus T. Therefore, capacity C is equal to charge by potential difference, that is Q by potential difference is equal to Q by A epsilon 0 into D minus T. That is capacity is equal to epsilon 0 A by D minus T. That is capacity increases. If the metal slab is completely introduced in between the plates, then capacity C becomes infinity. Okay? മനസ്സിലായല്ലോ. ഇൻട്രൊഡക്ഷൻ ഓഫ് മെറ്റൽ സ്ലാബും കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറയുന്നു, ബി. അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഇൻട്രൊഡക്ഷൻ ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ്. അപ്പൊ മെറ്റൽ സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് പകരം നമ്മൾ ഡൈഇലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു എങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഡൈഇലക്ട്രിക് സ്ലാബിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എന്ത് സംഭവിക്കാൻ നോക്കിക്കൂടാ. കൺസിഡർ 2 parallel plates, each of area A, and they are separated by a distance of D. Charge given to the first plate is Q and the second plate is minus Q.
Then there is an electric field in between the plates. That electric field E is equal to sigma by epsilon 0. That is equal to Q divided by A epsilon 0. കുഴപ്പമൊന്നുമില്ല. Q by A epsilon. ഇപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനിടയിലേക്ക് ഒരു ഡൈഇലക്ട്രിക് സ്ലാബിനെ എടുത്തു വെക്കുന്നു. കറക്റ്റ് നടുക്ക് വെക്കണമെന്നെങ്കിൽ ഒരു നിർബന്ധവും ഇല്ലേ, എവിടെങ്കിലും കൊണ്ട് വെച്ചാൽ മതി. ഈ ഡൈഇലക്ട്രിക് സ്ലാബിന്റെ തിക്നെസ് T ആണ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ആണ്. അപ്പൊ when a dielectric slab of thickness T and dielectric constant K is introduced in between the plates, എന്ത് സംഭവിക്കും? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഇതിനകത്തും ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് E, ഇവിടെ E, ഇതിനകത്തും ഉണ്ടാവും. ദാറ്റ് ഈസ് E ഡാഷ് വിച്ച് ഈസ് ഈക്വൽ ടു E ബൈ K. അതാണ് നമ്മൾ ഡൈഇലക്ട്രിക്കിനകത്ത് ആദ്യം ഇന്ന് പഠിപ്പിച്ചത്. ഡൈഇലക്ട്രിക്കിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ E ബൈ K ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. When dielectric is placed on external electric field inside the dielectric is equal to E by K. അപ്പോൾ നമ്മൾ എഴുതി ഇയുടെ വാല്യൂ ഇതാണെങ്കിൽ ഇ ഡാഷിന്റെ വാല്യൂ എത്ര? ഇ ഡാഷിന്റെ വാല്യൂ E ഡിവൈഡഡ് ബൈ K. ദാറ്റ് ഈസ് ഈക്വൽ ടു Q ബൈ A എപ്സിലോൺ 0 K. അപ്പോൾ ഈ രണ്ട് പ്ലേറ്റുകളും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഹിയർ ടു ഹിയർ. ഇവിടം തൊട്ട് ഇവിടം വരെ വർക്ക് ചെയ്യണം. ഇതിനകത്ത് വർക്ക് ചെയ്യണോ? വർക്ക് ചെയ്യണം. അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇവിടെയും വർക്ക് ചെയ്യണം. പക്ഷേ ഇവിടെയും നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ഇലക്ട്രിക് ഫീൽഡിനകത്താണ്. ഇതിനകത്ത് ചെയ്യുന്നത് E ഡാഷിലാണ്. ഇവിടെയും വർക്ക് ചെയ്യുന്നത് ഇയിലാണ്. ഇതിനകത്ത് T ഡിസ്റ്റൻസിൽ ചെയ്യുന്ന വർക്ക് ഡൺ E ഡാഷ്. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുന്നു, ശ്രദ്ധിച്ചോണം. E ഇൻറ്റു ഡി മൈനസ് ടി. ഇവിടെയും ചെയ്ത വർക്ക് ഡൺ ആണ് E ഇൻറ്റു ഡി. ഇവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എത്രയാണ്? E ഡാഷ് A ഇൻറ്റു ടി. പിടികിട്ടിയോ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് E, ഇത് E. അത്രയും ഇതൊഴികെയുള്ള ബാക്കി ഡിസ്റ്റൻസ് ഡി മൈനസ് ടി ആണ്. അതുകൊണ്ടാണ് E ഇൻറ്റു ഡി മൈനസ് ടി. E ഡാഷ് എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത് T ഡിസ്റ്റൻസിലാണ്. അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ E ഡാഷ് ഇൻറ്റു ടി. എടുക്കുമ്പോൾ V is equal to Q by A epsilon 0 into D minus T plus Q by A epsilon 0 K into T. ഇയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, E ഡാഷിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കോമൺ ആയിട്ടുള്ളവരെ പുറത്തെടുക്കൂ. Q by A epsilon 0 പുറത്തെടുത്താൽ ഇൻറ്റു D minus T plus T divided by K. That is V. അതുകൊണ്ട് കപ്പാസിറ്റി എന്ത് കിട്ടും? കപ്പാസിറ്റി C is equal to Q divided by V. That is Q divided by Q by A epsilon 0 into D minus T plus T divided by K. Q ക്യാൻസൽ ആയിപ്പോയി. ബാക്കി മുകളിൽ കൊണ്ടുപോകുമ്പോൾ epsilon 0 A by D minus T plus T divided by K. This is the equation for capacity. മൂന്ന് ഒന്നിച്ച് കിടക്കുകയാണ്, മൂന്നും കിടപ്പുണ്ട്. ആദ്യത്തെ കപ്പാസിറ്റി epsilon 0 A by D. രണ്ടാമത്തിനകത്തൊരു മൈനസ് ടി കൂടെ വന്നു. മൂന്നാമത്തിനകത്തൊരു മൈനസ് ടി പ്ലസ് ടി ബൈ കെ വന്നു. ഓരോ ടൈം കൂടി വരുന്നു. epsilon 0 A by D, epsilon 0 A by D minus T, epsilon 0 A by D minus T plus T by K. This is the equation for capacity when a dielectric slab of thickness T and dielectric constant K is introduced in between the plates. അതാണ്ട് പ്ലേറ്റുകൾക്ക് ഇടയിൽ ഒരു ഡൈഇലക്ട്രിക് സ്ലാബിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കപ്പാസിറ്റി ഇതാണ്. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കണം, സാറേ ഈ ഡൈഇലക്ട്രിക്കിനെ അങ്ങ് നിറച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? ഡൈഇലക്ട്രിക്കിനെ ഫുള്ളായിട്ട് നിറച്ചു വെച്ചാൽ എന്ത് സംഭവിക്കും? അവൻ എന്ത് സംഭവിക്കാൻ? ടിയുടെ വാല്യൂ ഡി ആവും. ഡൈഇലക്ട്രിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് നിറച്ചു വെച്ചാൽ നമുക്ക് പറയാം ഇഫ് ടി is equal to D നിറച്ചു വെച്ചാൽ then capacity C is equal to epsilon 0 A by D minus D plus D by K. D minus D ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ D by K, K മേളിൽ പോകുമ്പോൾ epsilon 0 A K by D. This is the equation for capacity. അത് നമ്മൾ ആദ്യമേ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കണ്ടാ, ഈ ആൻസറും ഒന്നാണ്. ഇതിന്റെ ഇടയിൽ കംപ്ലീറ്റ് ആയിട്ട് ഡൈഇലക്ട്രിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ epsilon 0 A K by D എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ കിട്ടിയത്. മനസ്സിലാവുന്നുണ്ടേ? അപ്പോൾ ഇത് ഇത്രയും ജസ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്?
പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റി, ഇൻട്രഡക്ഷൻ ഓഫ് മെറ്റൽ സ്ലാബ്, ഇൻട്രഡക്ഷൻ ഓഫ് ഡൈഇലക്ട്രിക് സ്ലാബ്, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും റീവൈൻഡ് ചെയ്ത് കാണാം. ഓക്കെ, ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ ഓക്കെ ബൈ.